ചീഞ്ഞ കോൺസെപ്റ്റ് ആയിരുന്നു ഓർമ്മ. അയ്യോ, ദാരിദ്ര്യം ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല. ഒരിക്കലുമില്ല. അതാ എനിക്കൊന്നും ഈ ആ ഗെയിമിന്റെ ആക്ച്വലി ചാം മൊത്തം കളഞ്ഞത് ഇത് ആരുടെ തലയോ വന്ന്. എന്തായാലും ശരി, നമ്മൾ പോയടാ പൂട്ടി. എന്നെ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് പർട്ടിക്കുലർലി 2 ചാനലിൽ പോരുമെന്ന് പറഞ്ഞു. കാരണം അത് അവരുടെ ഡയറക്റ്റ് കോമ്പറ്റീഷനാണ്. അപ്പൊ അവര് പറഞ്ഞിരുന്നത് ഒന്ന് ഫ്ലവേഴ്സും ഒന്ന് മഴവിൽ മനോരമ, രണ്ടിലും പോകണ്ട. നമ്മുടെ സീസണില് കാർപ്പറ്റ് മുടി അടക്കം പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മികച്ച പ്രതിഫലം കിട്ടിയത് ആദ്യത്തെ സീസണിലായിരുന്നു. ആണ് പിന്നെ ഭയങ്കര ഭീമമായ തുകയായിരുന്നു. കൂടും പൈസകളായിരുന്നു. ചില കണ്ടസ്റ്റൻസ് ആക്ച്വലി 100 ദിവസം നിന്നിരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് പ്രൈസ് മണി 1 CR അടുത്ത് പിടിച്ചേനെ. ആരായിരുന്നു ഏറ്റവും പ്രതിഫലം? അത് ഞാൻ പറയില്ല. ഇല്ല, അതായത് അങ്ങനെ പറയുമ്പോൾ ഡെയിലി ഒരു 1 lakh വീതം കിട്ടിയിരുന്നു. അതിന് മോളി വാങ്ങിച്ചവരുണ്ട്. മനസ്സിലായോ? ഈ സീസണിൽ ഇത്രത്തോളം അത് ഹൈജീന്റെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ആരാണ്? ജനറലി ഉണ്ട്, എല്ലാവരും അതിന്റെ ഭാഗമാണ്. എല്ലാവരും അതിന്റെ ഭാഗം. പിന്നെ എന്തുകൊണ്ടായിരുന്നു ഒരാളുടെ പേരിലേക്ക്? എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു കമന്റ് വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ ഒരു ആയുധമായിട്ട് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മനസ്സിലായത്? എൻ്റെ അടുത്ത് കൂടുതൽ വന്നിരുന്ന് സംസാരിച്ചതും അതിനകത്ത് നടന്നിട്ടുള്ള കഥകൾ, അതായത് അതെല്ലാം ഒന്നും പുറത്തുനിന്ന് കേട്ടൊന്നും ഞാൻ ടി വിയിൽ കണ്ടില്ല. അതിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ 2 പേര് ഈ ജിൻഡോയും ജാസ്മിനുമാണ്. എവിടേക്കോ ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആയി പോകുന്നു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മുൻ സീസണിൽ എവിടേക്കോ ഈ പ്രഡിക്ഷനിലേക്ക് കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ? ഇപ്രാവശ്യം അങ്ങനെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി എന്നൊന്നും ആരെയും അങ്ങനെ പറയാനില്ല, തോന്നിയില്ല. ഒരു ഗെയിമർ എന്ന രീതിയിൽ പറയാൻ തോന്നുന്നവര് ഇല്ല. ചുമ്മാ അടി ഉണ്ടാകുകയാണ് ഗെയിം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ നിരവധി ഗസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ടു, സംസാരിച്ചു അല്ലേ? പല പരാമർശങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും അവരുടേതായിട്ടുള്ള നമ്മൾ കണ്ടതാണ്. ഇനി ബിഗ് ബോസ് ഫിനാലേക്ക് 48 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ഹോട്ട് സീറ്റ് വിശേഷങ്ങൾ ഇന്ന് ഈ അതിഥിയിലൂടെ തീരുകയാണ്. സോ അങ്ങനെ ഒരു ഗസ്റ്റിലൂടെ ഈ ഷോ അവസാനിക്കണമെങ്കിൽ അല്ലേ, അതിന് ആപ്റ്റായിട്ടുള്ള ആളെ തന്നെ കൊണ്ടുവരണം. സോ ഈ വിശേഷങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നത് ബിഗ് ബോസിലൂടെയാണ്. ആ ഒരു ബിഗ് ബോസ് വിശേഷങ്ങൾ നമുക്ക് ഇഷ്ടം തുടങ്ങി വെച്ച വ്യക്തിയിലൂടെ തന്നെ ആവട്ടെ ഹോട്ട് സീറ്റിലെ ഒരു വിശേഷങ്ങളുടെ അവസാനവും. മറ്റാരുമല്ല, അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ ഇന്ന് സാബുമോൻ. നമസ്കാരം. ഈ ബിഗ് ബോസ് വിശേഷങ്ങളും തുടങ്ങി വെക്കുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു ആർമി താനേ ചേർന്ന കൂട്ടം ഈ വാക്കുകളൊക്കെ കേട്ടു തുടങ്ങിയത് ആ ഒരു ഫസ്റ്റ് സീസണിലെ വിന്നറായി നിൽക്കുമ്പോൾ തന്നെയാണ് അല്ലേ? ഇന്നത് സീസൺ 6 എത്തി നിൽക്കുമ്പോഴും ഈ ചർച്ചകളിലുമൊക്കെ എവിടേക്കോ ഈ പേര് വന്നു പോകുന്നുണ്ട് അല്ലേ? അത് പക്ഷെ ഒരു വിന്നർ എന്നുള്ള രീതിയിലേക്ക് മാത്രമാണെന്ന് തോന്നുന്നില്ല, ആണോ? പിന്നെ എങ്ങനെ എവിടേക്കോ പല രീതിയിലേക്കുള്ള ഈ ഫേവറിസം കാണിക്കുന്നതാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എവിടേക്ക് ഈ ഫേവറിസം അല്ലെങ്കിൽ പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്നുള്ളത് ചിലർക്ക് ചിലതൊക്കെ ചെയ്യുമ്പോൾ ഈ നിയമം അനുവദനീയമായിരുന്നില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സീസൺ 6 എത്തുമ്പോൾ സാബുൻ എന്നുള്ള ഒരു ടൈറ്റിൽ വിന്നർ നിലയിൽ എങ്ങനെ ചർച്ചയാകപ്പെടുന്നത് തോന്നുന്നത് സ്വയം വിലയിരുത്തുമ്പോൾ? അല്ലെ, ഞാൻ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഈ സീസണിൽ? ഇല്ലേ, അങ്ങനെ ഒരു രീതിയിലും കേട്ടിട്ടില്ല. എനിക്ക് തോന്നിയില്ല, എന്നെ ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല, അങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഈ സീസണിലോട്ട് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മെഡിസിൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് അല്ലെ? സിബിന്റെ ഇങ്ങനെ ഒരു സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തു, ഇത് അനാവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ ചർച്ച അത് വരുന്നത്, അത് സംസാരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നറായിരുന്നിട്ടുള്ള അഖിൽ മാരാറാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ചകളിലെ മുൻ മത്സരാർത്ഥികളും ഈ സീസണിൽ നിന്ന് പുറത്തു വരുന്നവരും ഒക്കെ എവിടേക്കും മത്സരാർത്ഥികളും അതിൻ്റെ ഗെയിം ഷോയും മാത്രം ചർച്ചയാവുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഈ സീസണിലോട്ട് വരുമ്പോൾ എവിടേക്ക് അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനും കൂടിയും അല്ലെ അതിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചില നിയമങ്ങൾ ചില ആളുകൾക്ക് ആപ്ലിക്കബിൾ ആയത്. ഇതങ്ങനെ നിയതമായ നിയമമൊന്നും എഴുതി വെച്ച നിയമങ്ങളൊന്നും ഉള്ളല്ലേ. ജസ്റ്റ് എ TV ഷോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണ്, ഒരു പ്രോഗ്രാം. അതിനപ്പുറത്തേക്ക് ഇതൊരു നിയമത്തിൽ അടിസ്ഥാനമാക്കിയ അടിസ്ഥിതമാക്കി നടക്കുന്ന ഒരു സംഭവം, അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമൊന്നും അല്ല ഇത്. എപ്പോഴും ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഈ ഒറിജിനലായിട്ട് നിൽക്കുക എന്നുള്ളത് അല്ലെ. കണ്ടസ്റ്റൻസിനോടാണ് ഇത് പറയുന്നുണ്ടെങ്കിലും എവിടേക്ക് ആ ഗെയിം ഷോ തന്നെ ഇത് ഒറിജിനലാണോ, ഇതിനൊരു റിയാലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യപ്പെടുകയാണ് സീസൺ 6 എത്തുമ്പോൾ. ഇത് അതൊരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഇപ്പം അവർ കുറേ
കുറേ കാര്യങ്ങളെയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യരുടെ പല കഴിവുകളെ നോക്കിക്കാണും. അപ്പം ബേസിക്കലി ഈ സാധനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രാഥമികമായ എല്ലാ മനുഷ്യർക്കും ഉള്ള വോയറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ഷോ ആണ്. ഈ വോയറിസവും പ്രിസൺ എക്സ്പെരിമെൻറ്റും കൂടെ ചേർന്നുള്ള സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് ഓരോ മനുഷ്യരുടെ ഓരോ കഴിവുകളെയാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയുണ്ട്. ആ ത്വരയാണ് ഈ ഇതിൻ്റെ ഓഡിയൻസിൽ നിന്ന് ഇവർ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ കണ്ട് പരിചയമാവുക എന്ന് പറയും, മനസ്സിലായോ? ഇപ്പം ഈ റെഗുലർ ഷോകളുടെ പ്രത്യേകത ഏതാണ്? ഇപ്പോൾ സീരിയൽ, സോപ്പ് ഓപ്പറാസ് ഒക്കെ പോലെയുള്ളത് കണ്ട് 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 നമ്മളിൽ അവരിൽ കുറേ പേരെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ഫാൻ ബേസ്. അല്ല അതിനകത്ത് പോയിട്ട് ഒരു ഗെയിം കളിക്കുക അങ്ങനെയൊന്നുമില്ല. അത് അവനവൻ എന്താണോ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്ക് പക്ഷേ ഈ അവനവനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു ക്യാരക്ടറിന്റെ കാര്യത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം പല സിറ്റുവേഷനിൽ അല്ലെ. പിന്നെ ഈ പ്രഷർ കൊടുത്തേക്കാം അല്ലെ, ഒരു മെന്റൽ ഗെയിമാണ്. ഈ ഇതിനൊപ്പം തന്നെ ഒരു ഗെയിമറായിട്ട് നിൽക്കേണ്ടതുണ്ട്. അത് കൊടുക്കുന്ന ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ എന്നുള്ള രീതിയിലേക്കാണെങ്കിലും ഇത് അതിന്റെ കൂടി പാർട്ടാണല്ലോ അല്ലെ. അത് പാർട്ടാണ്. പക്ഷെ ഇതിൽ രസം എന്താണെന്നറിയാമോ? ഇപ്പം എനിക്ക് എന്നെ വിലയിരുത്താനേ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഗെയിമൊന്നും ജയിക്കുകയൊന്നുമില്ല. ജയിക്കും, അല്ലാതെ അത് ജയിച്ചിരിക്കണമെന്ന് പറഞ്ഞിറങ്ങില്ല. ടീം ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ ഞാനങ്ങനെ ഇൻഡിവിജ്വൽ വിജയത്തിന് വേണ്ടി അങ്ങനെ കിടന്ന് പിടിക്കാറില്ല. പിന്നെ വരുന്ന ചില സാധനത്തിനകത്ത് ഞാൻ ജയിക്കും, അത് ആരെങ്കിലും ജയിക്കണമല്ലോ, അപ്പം ഞാൻ ജയിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ജയിക്കും, അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിക്കും. അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല. കാരണം ഇതിനകത്ത് വരുന്ന ഈ ഗെയിം വിജയമൊന്നും അല്ല ഇതിന്റെ വിജയത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ എന്താ പേഴ്സണാലിറ്റിയാണ് അതിനകത്തെ വിഷയം. നമ്മൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കണ്ടിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും അതിനകത്ത്, മനസ്സിലായി? പക്ഷേ ഈ ക്യാരക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു വിലയിരുത്തൽ മാത്രമാകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റു ഗെയിമുകളാണെന്നുണ്ടെങ്കിലും അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ? അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് അവിടെ ഇപ്പൊ ഒരു വാഴപ്രയോഗം തന്നെ വരുന്നത്? അതുകൊണ്ടാണ് അല്ലെ. പറഞ്ഞുതരാം അതെന്താ എങ്ങനെയാണെന്ന്. ഇതിൽ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗെയിംസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഓരോ കഴിവുകളെ അളക്കാൻ വേണ്ടിയുള്ള ഗെയിമാണ്, മനസ്സിലായേ? ടാക്റ്റിക്കൽ ഗെയിംസ് ആണ്, അല്ലാതെ ഭയങ്കര ഫിസിക്കൽ പവറൊന്നും ഉപയോഗിച്ച് ഉള്ള സംഭവങ്ങളൊന്നുമല്ല, മനസ്സിലായോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതിനകത്ത് തുണി അലക്കുന്നൊരു ടാസ്ക് ഉണ്ട്. എന്താണ് തുണി അലക്കുന്ന ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? കൃത്യമായിട്ടുള്ള പല രീതിക്ക് നമ്മൾ ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ കൂടി വേണ്ടി. അതൊന്ന് അതിനകത്ത് ഫിസിക്കൽ ഉണ്ട്. കാര്യം ഇത് ആദ്യം കളക്ട് ചെയ്യണം, ഇവരെടുത്തങ്ങ് ഇട്ടേരേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള അത് വിലയിരുത്തപ്പെടും. രണ്ട്, നമ്മളുടെ എഫിഷ്യൻസി, ഫിസിക്കൽ എഫിഷ്യൻസി. പിന്നെ അത് തേച്ച് മടക്കി കൊണ്ടുപോയിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ സാധനം വരുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ മത്സരാർത്ഥികൾ, അതായത് ഓപ്പോസിറ്റ് ഉള്ളവരെ കൺസിഡർ ചെയ്യുന്നുണ്ടോ, അതോ ഇത് പിന്നെ അങ്ങനല്ല അവരെ നമ്മൾ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യണമോ, ഇതൊക്കെ അവനവൻ്റെ പേഴ്സണാലിറ്റിയാണ്, അവനവൻ്റെ വ്യക്തിത്വ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അത് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും അയാൾ ഭയങ്കര ഫെയർ ആയിരുന്നു. ചിലർ കാണിക്കുന്നവർ എന്തു ഇവൻ കാണിക്കുന്നു, ഒരു കളിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലാഘവത്തോടെ എടുക്കണ്ടേ. ഇതിൽ പല ഒപ്പമുള്ള മത്സരാർത്ഥികൾക്കൊപ്പം ഇത് ഫൈറ്റ് ചെയ്യണോ അതോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൽ എവിടെയൊക്കെ അവർ മര്യാദ കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറയുമ്പോൾ ഇത് പരസ്പരം മര്യാദ കാണിക്കാനുള്ള ഒരു വേദിയല്ലല്ലോ, അല്ല പരസ്പരം പോരാടാനുള്ള ഒരു വേദി കൂടിയല്ലോ. അല്ലല്ല, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലേ അത്. നമ്മൾ യുദ്ധത്തിനല്ലല്ലോ ഇവിടെ പോയിരിക്കുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മനുഷ്യരോടുള്ള പിന്നെ കരുണ, കാരുണ്യം, സഹകരണം, പിന്നെ സ്നേഹം, ഇതെല്ലാം വേണ്ട അതിനകത്ത്. സോ അങ്ങനെ കരുണയും സ്നേഹവും കൊടുക്കാനും അത് വളർത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ദുർഗുണ പരിഹാര പാഠശാല പല കേരളത്തിലെ പല മേഖലയിലുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടിട്ട പറ്റില്ല, നന്നായില്ല. അപ്പൊ നന്നായി പോയുള്ളൂ. അവരുടെ പേഴ്സണൽ വ്യക്തിത്വം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വ്യക്തിത്വം നന്നാവുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഇറങ്ങിയവരൊക്കെ ആ പേഴ്സണാലിറ്റിയിൽ അവർ മാറ്റം ഉണ്ടാവണം. ഈ ഇറങ്ങി വരുന്നവരൊക്കെ ആ പേഴ്സണാലിറ്റിയിൽ മാറ്റി വ്യക്തിത്വത്തിൽ മികവുണ്ടായി വരുന്നവരാണോ? അതെനിക്കറിയില്ല. അല്ലല്ലോ, ഒരിക്കൽ പോലും കാരണം മറ്റൊരാളിന്റെ സാധനം ഞാൻ എങ്ങനെ അവർക്ക് മാറ്റം ഉണ്ടായെന്ന് ഞാൻ എങ്ങനെ പറയും?
ഞാനാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് മാറ്റം ഉണ്ടായില്ലോ എന്ന്. അത് നമ്മൾ സെൽഫ് റിയലൈസേഷൻ നടത്തണം. മനസ്സിലായി? ഇപ്പം എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായി, കുറേ ദിവസം അങ്ങനെ നിന്നപ്പോൾ. എന്തായിരുന്നു ആ ഡിഫറൻസ്? എനിക്കുണ്ടായ മാറ്റം, ഞാൻ മുമ്പ് ഭയങ്കര പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഭയങ്കര അലമ്പലം പോയിരുന്നു. അത് വേണ്ട എന്നുള്ളതിലേക്ക് വന്നു. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ മാറി. സോ ആ ഷോയെ കുറിച്ചിട്ട് അടുത്തൊരു സെഗ്മെന്റിലോട്ട് നമ്മൾ പോവാണ്, പറയാതെ വയ്യ എന്നുള്ളത്. ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. സോ അത് കേൾക്കുന്ന സമയത്ത് സൗബിന് തോന്നുകയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാതെ വയ്യ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. റെഡി? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബിഗ് ബോസിനെ സാബുമോനെ ആയിരുന്നില്ല, സാബുമോനെ ബിഗ് ബോസിനെ ആയിരുന്നു ആവശ്യം. തെറ്റ്. ബിഗ് ബോസിന് തന്നെയായിരുന്നു ആവശ്യം. എനിക്കെന്തിന് ബിഗ് ബോസിന് ആവശ്യം? എനിക്ക് ആ ഗെയിം കാണണം, പഠിക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, ഇതിന്റെ ടെക്നിക്കാലിറ്റി എങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യായിരുന്നു, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്യാമറ ആണ്, ഈ ക്യാമറയുടെ PCR കണക്ഷൻ ഇങ്ങനെയായിരിക്കും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഇരുന്ന് അത് അറിയണം എന്നുള്ളത് ശരിക്കും ഒരു ആവശ്യം തന്നെയല്ലേ? അത് പഠിക്കാൻ കിട്ടുന്ന അവസരം അല്ലേ? ബിഗ് ബോസ്, ഞാൻ ഈ ബിഗ് ബോസിനെ പുറത്തു നിന്ന് പിന്നീട് പോയി നോക്കിയിട്ടുണ്ട്. എന്നെ വേറൊരു ഇൻഡക്ഷന് വേണ്ടിയിട്ട് അവര് സെക്കൻഡ് സീസണിൽ കൊണ്ടുപോയപ്പോ, സെക്കൻഡ് സീസണിലോ തേർഡ് സീസണിൽ കൊണ്ടുപോയി ക്രൂവിന് ഒരു ഇൻഡക്ഷൻ സംഭവമൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പുറത്ത് നടന്ന് ഇത് എങ്ങനെയാണ്, എന്താണ്, എന്തെല്ലാം സെറ്റ് സാധനം എല്ലാം നോക്കി കണ്ടു. ഒരു വിലയിരുത്തല്ല, നമുക്ക് കാണാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഭയങ്കര വലിയ സെറ്റപ്പ് അല്ലേ? യെസ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു രാജാവിലേക്കോ രാജ്ഞിയിലേക്കോ ഒതുങ്ങാതെ ന്യൂട്രലായി മുന്നോട്ട് പോകാൻ ഷോയുടെ ക്രൂ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഷോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 40-50 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഈ പ്രിഡിക്റ്റ് ചെയ്ത് തുടങ്ങും അല്ലേ? സോ അത്തരത്തിൽ ഇത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാര്യം ഞാൻ റെഗുലർലി വാച്ച് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കാരണം കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എവിടേക്കോ ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആയി പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മുൻ സീസണിൽ എവിടേക്കോ ഈ പ്രഡിക്ഷനിലേക്ക് കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു വ്യക്തിയിലേക്കോ അല്ലെ, അങ്ങനെ എവിടേക്കോ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നില്ലേ? അത് ഓരോരുത്തരുടെ ഫാൻ ഫോളോയിങ് സംഭവം കാണുമ്പോഴത്തേക്ക് ഇന്നാള് ജയിക്കും എന്നൊക്കെ തോന്നാം. ഇപ്രാവശ്യം പിന്നെ ഈ പ്രഡിക്ഷന്റെ കാര്യത്തിൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി എന്നൊന്നും ആരെയും അങ്ങനെ പറയാനില്ല, തോന്നിയില്ല. ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്നാര് ഇല്ല. ചുമ്മാ ഇടന്ന് അടി ഉണ്ടാകുകയാണ് ഗെയിം. അതുമില്ല. അതിനകത്തൊരു ബുദ്ധിയുടെയോ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, സ്ഫുരണങ്ങൾ പോലും അങ്ങനെ കാണുന്നില്ല. ഞാൻ കണ്ടിടത്തോളം വെച്ചിട്ട് കണ്ടില്ല. ഇനിയിപ്പോ ഞാൻ കാണാത്ത സമയത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ശരിക്കും ഇത് തന്നെയാണോ ഓരോ സീസൺ കഴിയും തോറും? ഇപ്പൊ ഫസ്റ്റ് സീസണിൽ കുറെ ഏറെ പരിചിതമായിട്ടുള്ള മുഖങ്ങളും വ്യക്തിത്വങ്ങളായിരുന്നു. ആരും പോകാൻ തയ്യാറായില്ല എന്നുള്ളത്. അത് എന്താ അതിന്റെ ഒരു കാരണം? തുടക്കത്തിലെ കണ്ട സീസണിന്റെ അത്രത്തോളം പ്രഭാവം പിന്നീട് കാണാൻ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു ആരും പോകാൻ തയ്യാറാകുന്നില്ല. കാര്യം ഇവരുടെ ഇമേജിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളൊരു മാറ്ററാണ്. ശരിക്കും നെഗറ്റീവ് ഷെയ്ഡ് വരുമോ? നെഗറ്റീവും പോസിറ്റീവും വരാം ഇല്ലേ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാബു എന്ന വ്യക്തി. അത്രയും നെഗറ്റീവ് ഷെയ്ഡിൽ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അത്രയും പോസിറ്റീവായിട്ട് വന്ന ഒരാളാണ് അല്ലെ? പഠിക്കാൻ പോയ ഒരാളാണെങ്കിലും അവിടെ വന്ന് കളി കണ്ട് അതിനനുസരിച്ച് പോയ ഒരാളാണ് അല്ലെ? ശരിക്കും അപ്പൊ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ആവണം. മനസ്സിലായി? ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ഞാൻ ബിൽഡ് ചെയ്ത് വെച്ച ഇമേജ് ഒന്നുമില്ല. ഞാൻ വളരെ അത് അപ്പോഴും അല്ല ഇപ്പോഴും അല്ല. മനസ്സിലായി? അപ്പം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ചങ്കിടിക്കും. പിന്നെ ഉള്ളത് അവസരത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ്. ഞാൻ അങ്ങനെ ചാൻസ് ഹണ്ട് ചെയ്ത് നടക്കുന്ന ഒരാളല്ല. ഞാൻ വരുന്ന സാധനങ്ങൾ ഗൗരവമായിട്ട് ചെയ്തു മാറുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ഈഗർലി ചാൻസ് ചോദിച്ച് ടെലിവിഷനിലോ സിനിമയിലോ വരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ഗെയിം സ്ട്രാറ്റജി കാണുമ്പോൾ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഷോയിൽ എന്നത് വ്യക്തമാണ്. അറിയില്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഞാനിത് കണ്ടിന്യൂസ് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഗെയിം എന്താണ് എന്നൊക്കെ ജഡ്ജ് ചെയ്യും. അവിടെ പോയി സംസാരിച്ചാലും അതിനൊപ്പം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുമ്പോഴും എന്ത് തോന്നുന്നു? ഓരോ മത്സരാർത്ഥി എവിടേക്കോ ഒബ്സർവ് ചെയ്യാൻ ഇത്ര കപ്പാസിറ്റി ഉള്ള ഒരാളല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒബ്സർവ് ചെയ്തിരുന്നു മത്സരാർത്ഥികളെ? അങ്ങനെ ഒബ്സർവ് ചെയ്യില്ല. പക്ഷെ എനിക്ക് അവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൂടുതൽ വന്നിരുന്ന് സംസാരിച്ചതും അതിനകത്ത് നടന്നിട്ടുള്ള കഥകൾ, അതായത് അതെല്ലാം ഒന്നും പുറത്തുനിന്ന് കേട്ടൊന്നും ഞാൻ TV-യിൽ കണ്ടില്ല. അതിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ രണ്ടുപേര് ഈ ജിൻഡോയും ജാസ്മിനുമാണ്. കാരണം
സത്യം പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിരുന്ന ഇത്രയും ദിവസങ്ങളിൽ ഇവര് തമ്മിലുള്ള എൻകൗണ്ടറുകൾ അതാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അത് ജിൻഡോ എന്തൊപ്പിക്കുന്നു, അപ്പൊ ജാസ്മിൻ എന്തൊപ്പിക്കുന്നു എന്നൊക്കെയുള്ളു. അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുന്ന എന്ത് രസമാണ്, നിങ്ങൾ ഇതിനെ ഭയങ്കര കോമിക് സെൻസിൽ എടുക്ക് എന്ന് പറയണം. അതിനും മാത്രം ചിരിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവരും ചിരിക്കുന്നുണ്ട്, അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതിന് പുറത്ത് ഈ സപ്പോർട്ട് കിട്ടുന്നതിൽ എവിടേക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ PR കാരണമാവുന്നുണ്ട് ഇല്ലേ? PR വർക്കുകൾ PR എന്ന് പറയുന്നത് ആക്ച്വലി പൈസ കൊടുത്തിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇത് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ പ്രൊമോഷൻ ചെയ്യുന്ന പ്രക്രിയയെ കുറിച്ചിട്ട്. ഈ ബിഗ് ബോസിൽ പോകുന്നവര് പിന്നെ പൈസ കൊടുത്ത് ആളുകളെ ഏൽപ്പിക്കുവോ? ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല. ഇല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിക്കണം. പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അറിയില്ലേ? അല്ല, ഈ കയറി കഴിയുമ്പോ ഇപ്പം ഞാൻ കയറിയിട്ട് ഇറങ്ങിയ സമയത്ത് എന്നെ സാബു ആർമി എന്നൊക്കെ പറഞ്ഞ് കുറേ പിള്ളേര് കാണാൻ വന്നു. അപ്പൊ എനിക്കിത് എന്താണ് സംവിധാനം എന്ന് മനസ്സിലായില്ല. അവ പറഞ്ഞു ഇതുപോലെ ഈ പിള്ളേരൊക്കെ ഭയങ്കര പ്രൊമോഷനും പരിപാടിയൊക്കെ ആയിരുന്നു, വോട്ട് പിടുത്തവും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരമ്മ പറഞ്ഞ് പിന്നെ അവര് വീടുകളിൽ കയറി വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് മറ്റേ SMS അയച്ച് വോട്ട് പിടുത്തമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ മനുഷ്യരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പൈസ കൊടുത്തിട്ട് ശരിക്കും വന്ന സാധനം സേർന്ന കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും ഒരു സംശയം ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കയറിയിട്ടുള്ളവരൊക്കെ അതിന് മാത്രം സാമ്പത്തിക സെറ്റപ്പ് ഉള്ള ആളുകളാണോ? ഇങ്ങനെ പൈസ കൊടുത്തൊരു വലിയ PR കൂട്ടത്തിനെ ഉണ്ടാക്കി ശരിക്കും കിട്ടുന്ന വേദിയിലും അവസരങ്ങളുടെയും കുറെ കൂടി വലുപ്പം കാണുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ചെലവാക്കാൻ എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ചിന്തിക്കുകയാണെങ്കിലോ? അങ്ങനെ ചെയ്യാം. പക്ഷെ PR-കാർക്ക് ഈ കമ്പനീസിന് ഈ PR നടത്തുന്ന ഓൺലൈൻ കമ്പനീസ് അല്ലേ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ആണല്ലോ ഇപ്പൊ PR. അപ്പൊ ഈ കമ്പനീസിന് പക്ഷെ ഈ ആളകത്ത് പോയതിനു ശേഷം ആൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ ഇവർക്ക് പ്രൊമോട്ട്? ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിലേ ആ കൊടുക്കുന്ന വിഷ്വൽസിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തുകൂടെ ചോദിക്കുന്നു. ഈ ആർമികൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ആർമികൾക്ക് വേണ്ടത് എവിടേക്കോ ഈ ഫൈറ്റ് ചെയ്യുന്നതോ മാസ് ഡയലോഗുകളോ എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്നതോ ഒറ്റപ്പെട്ട് നിൽക്കുന്നതോ ഒക്കെ ആയിരിക്കും അല്ലെ? ചിലപ്പോൾ ഇതായിരിക്കും കൂടുതലായിട്ട് വീഡിയോസ് വരുന്നത്. അപ്പൊ ഇത്തരം അവിടെ വരുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി അവിടെ പഠിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ബോധപൂർവ്വം ഇത്തരം സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ലേ? ചെയ്യുമല്ലോ. സോ അങ്ങനെ വരുമ്പോ ഇവിടെ കുറെ കൂടി സൗഹൃദം വേണം, ഇവിടെ കുറെ കൂടി കോമിക് കണ്ടന്റ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ചിലപ്പോൾ പോയിക്കോളണമെന്നില്ലല്ലോ. ഉണ്ടോ? എന്ത് തോന്നുന്നു? അല്ല, ശരിയേ, അങ്ങനെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് ഇപ്പൊ പോയി ഇപ്രാവശ്യത്തെ ഇതിനകത്ത് കുറെ പേരൊക്കെ പരസ്പരം അറിയുന്നവരാണ്. മനസ്സിലായി? സോഷ്യൽ മീഡിയയിലുള്ള അത് ശരിക്കും ഒരു നീതികേടല്ലേ? മുൻകൂട്ടി അറിഞ്ഞ് ഗെയിം പ്ലാൻ ചെയ്ത് വരിക എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ എത്തിയിട്ട് ആരൊക്കെയാണ് വരുന്നത്? ഇവരെ മുമ്പ് സ്ക്രീനിലോ അതല്ലാതെ കണ്ടവരുണ്ടായിരിക്കും. അതല്ലാതെ ഇന്ന കണ്ടസ്റ്റൻസ് ആണ് വരുന്നത്, ഇവരെ കുറിച്ച് പറഞ്ഞവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നു. അനൂപ് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ച് യൂത്ത് ഫെസ്റ്റിവലുകളിലും ഡ്രാമ ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഒന്നാണ്. കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് അനൂപിനെ അറിയാം. അതുകൊണ്ട് അകത്ത് ചെന്നപ്പോഴും ഞങ്ങൾ കൂട്ടായിരുന്നു. നമുക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞ ആളിയെ ഞാനും ഉണ്ടറാ, ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ്. പ്ലാനൊന്നുമില്ല, എന്ത് പ്ലാൻ ചെയ്യാൻ അതിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞാ ഞാനും ഉണ്ട്, എന്ത് കളിയാ നീ ചോദിക്കാൻ. അവനും എനിക്കറിഞ്ഞൂടെ കളിയാന്ന് പറഞ്ഞോണ്ട് അവനും നമ്മൾ അവസാനം വരെ കൈവിട്ടില്ല. അതിനിപ്പോ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ശരി, അനൂപിനെ ഞാൻ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ ശരിക്കും ഈ പറയുന്നതിൽ നിങ്ങൾ മത്സരാർത്ഥികൾ പറയുമ്പോൾ വേറെ ആളുടെ അടുത്ത് റിവീൽ ചെയ്യരുത്, ഇത് പറയരുത്, ഇതിന് അതിൻ്റെതായിട്ടുള്ള ജെന്യൂനിറ്റി എന്ന് പറയുന്നത് ഇത് വലിയ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ കള്ളമല്ലേ ഒരു മാസ്ക്? എന്റെ കൂട്ടുകാരൻ എന്റെ ഷോയ്ക്കകത്ത് ഞാൻ പോണ ഷോയ്ക്കകത്തുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചില്ല നീ ഉണ്ട് കളിയാന്ന്. അപ്പൊ അത്തരത്തില് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അറിയുന്നത് അവിടെ നിന്ന് റിവീൽ ചെയ്യും, ഇന്ന മത്സരാർത്ഥി കൂടെ അവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സുഹൃത്താണെന്നുള്ളത് ക്രൂവിന്റെ മെമ്പേഴ്സ് ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ടോ? ഇപ്പൊ സഭയുടെ പറഞ്ഞു ഓൾറെഡി എന്റെ ഫ്രണ്ട് അതിലുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിളിക്കില്ലെന്ന് ചോദിക്കില്ല. അത് എന്റെ അടുത്ത് പറഞ്ഞുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞതാണ്. അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞ അവൻ എന്റെ ഫ്രണ്ടുമാണ്. അപ്പൊ അവൻ പറഞ്ഞ അളിയുടെ സാബുവും വരുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞാണ് ഡയറക്റ്റ് വിളിച്ചതല്ല. അപ്പൊ കറക്റ്റ് അല്ല. അപ്പൊ അനൂപിനെ ഞാൻ വിളിച്ചു, അളിയ നീ പോണ ആളെ ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇപ്പൊ ജോഡികൾ ഉണ്ടാവുന്നതിൽ ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ കുറെ കൂടി ഹെൽപ്പ് ആവില്ലേ? എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഇത്തരത്തില് ജനങ്ങൾ മണ്ടന്മാരാക്കുന്നത്? കാര്യം ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും കൂട്ടുകാരാണ്. പിന്നെ അകത്ത് വന്ന് കണ്ടെന്നിരിക്കട്ടെ, അകത്ത് വരുമ്പോ ഒരു ഭയങ്കര സർപ്രൈസ്, അയ്യോ അനൂപ് നീ ഉണ്ടായിരുന്നു, അയ്യോ സാബു നീയും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അകത്ത് വന്നാലും കാണും, പുറത്ത് വെച്ചാൽ. എന്നിട്ട് എന്ത് പ്ലാൻ ചെയ്യും? ശരിക്കും എവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കോംബോ ആവാം, ഒരു ജോഡി ആവാം. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. ശരിക്കും പറഞ്ഞു ചെയ്യിപ്പിക്കുമല്ലേ വോട്ട്, അളിയ താണ്ടി ഇപ്രാവശ്യം താണ്ടി ഒക്കെ ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇവനും ചെയ്തേക്കണം അളിയ എന്ന് പറയും.
അപ്പൊ പിന്നെ എന്തിനാണ് ഈ ക്രൂവിന്റെ സൈഡിൽ നിന്ന് നിങ്ങളിത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? പുറത്ത് പറയാൻ പാടില്ല എന്നാണ് കാര്യം, അങ്ങനെ പറയരുത്. അതിന് പിന്നെ അത് ഒരു എന്തിനാണ് ആവശ്യകത പറയുന്നത്? ഉണ്ടെന്നുള്ളത് ആവശ്യകത എന്തിനാ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, പുറത്ത് റിവീൽ ചെയ്യണം. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെന്നാണ്ട് അഭിലാഷ്, ആ ഞാനും അഭിലാഷും ഞങ്ങൾ കോളേജ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്. ഞങ്ങള് അറിഞ്ഞിട്ട് മിണ്ടാതെ ഇരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ, മിണ്ടാതെ ഇരുന്നിട്ട് അകത്ത് വെച്ച് കാണുമ്പോൾ കൂട്ടുകാരല്ലേ, രണ്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കൂ. ശരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കണ്ടേ? എന്തിന് വേണമെന്നില്ല. സമൂഹത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടെ അല്ലേ നിൽക്കുന്നത്. ഞാൻ അതിനകത്ത് പോയി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കി, ടീം ഉണ്ടാക്കി, മനസ്സിലായ, എന്നിട്ട് ഈ നോമിനേഷന് പിടിച്ചിട്ട് കൊടുക്കും. അല്ലെങ്കിൽ കളിക്കുമ്പം എനിക്ക് എന്റെ കൂടുതൽ അടുത്ത ആളുകൾ വെച്ച് ടീം ഉണ്ടാക്കും. വരും. ശരിക്കും അങ്ങനെ സൗഹൃദം വരുന്ന സമയത്ത് അവരോട് കുറച്ചൊരു ചായ്വ് കാണിക്കില്ല. പിന്നെ കാണിക്കണമല്ലോ, അങ്ങനെയല്ലേ മനുഷ്യർ. ശരിക്കും കളിക്കേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല. എന്ത് തോന്നുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നത്? അതോടെ ഗ്രൂപ്പ് നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? ശരിക്കും അത് സർവൈവൽ ഗെയിം കൂടിയല്ലേ? അതെ, സർവൈവൽ ഒറ്റയ്ക്ക് അല്ലല്ലോ, സർവൈവൽ ഒറ്റയ്ക്കല്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് സർവൈവൽ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്നെ പിടിച്ചു തരണം, ഞാൻ അവനെ പിടിച്ചു തരണം. പക്ഷെ ഒരുമിച്ച് പിടിച്ച് കയറി പോകാൻ പറ്റില്ലല്ലോ. കാരണം ഫൈനൽ ചെയ്ത് ഒരാളിലേക്കല്ലേ. നമ്മളല്ലല്ലോ ജഡ്ജ് ചെയ്യുന്നത്, പുറത്തിരിക്കുന്ന ജനങ്ങളല്ലേ. ലെറ്റ് ദം ജഡ്ജ്. അങ്ങനെ ജനങ്ങളുടെ വിധി അത് ന്യായമാണ്, വോട്ടിംഗ് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്താ അറിയില്ല, ഞാൻ ജയിച്ചു. എന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ എന്റെ കൂടെയുള്ള ആരെയും കൈവിടൂലായിരുന്നു. ഞാൻ എന്നിട്ട് രസകരൻ ലാസ്റ്റ് അനൂപിനെ എനിക്ക് സേവ് ചെയ്യായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു രാത്രി, അല്ലെ നിന്നെ എൻ്റെ സേവ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടാ നിനക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം വേണ്ട അളിയാ, എനിക്ക് വയ്യ. അങ്ങനെ 7 ദിവസമൊക്കെ കഴിഞ്ഞു. അല്ല ഞാൻ പോണളിയാ, എനിക്ക് വയ്യ, നീ എന്നെ സേവ് ചെയ്യരുത് എന്ന് പറയും. ശരി, അടുത്ത ആളെ സേവ് ചെയ്തു. യെസ്. ആൻഡ് ഇത്തവണത്തെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കപ്പ് നേടുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ആണ്, അങ്ങനെ തന്നെയാണ് അല്ലേ? എന്ത് തോന്നുന്നു? പ്രവചനം മൈൻഡിൽ വരുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ മുഖം? ഇല്ല ഇല്ല. ഇപ്പോഴൊരു എവിക്ഷൻ നടന്നില്ലേ? മിഡ് വീക്ക് എവിക്ഷൻ ഇന്നൊക്കെയാണ് വരുന്നത്. ആൻഡ് ബിഗ് ബോസ് മലയാളത്തിന് എത്ര വിന്നേഴ്സ് വന്നാലും സാബുമോൻ തന്നെയാണ് യഥാർത്ഥ BB കിങ് എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് അരോചകമായിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിനോട് എന്താണ് അഭിപ്രായം എന്നാണ് ചോദ്യം. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യൂല. ഇല്ല, അങ്ങനെ പറയുന്നത് ശരിക്കും അത്തരത്തിലുള്ള കേൾക്കാറുണ്ടോ കമന്റ്സ്? ചുമ്മാ ഇരുന്ന് ഉണ്ടോ? അത്ര സന്തോഷം അങ്ങനെ ഇല്ല, ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള ക്ലെയിമുകൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനകത്ത് പോയി വിജയിച്ചു, അതന്നെ. അല്ലാതെ അത് വെച്ചോണ്ട് പൊക്കിക്കൊണ്ട് നടക്കുക, സംഭവമായിട്ട് പറയുക, അങ്ങനൊന്നുമില്ല. യെസ്. ആൻഡ് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മികച്ച പ്രതിഫലം കിട്ടിയത് ആദ്യത്തെ സീസണിലായിരുന്നു. ആണ്. പിന്നെ ഭയങ്കര ഭീമമായ തുകയായിരുന്നു, കൂടും പൈസകളായിരുന്നു. അതല്ലേ? എന്തുകൊണ്ട് ഈ മാറ്റം വന്ന് ഈ വ്യക്തികൾക്ക് അനുസരിച്ചാണോ അത് അവരുടെ രീതിയിൽ തീരുമാനിച്ചു ഇത്രയും പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് തീരുമാനിച്ചു? വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് ആണ് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. ഈ ആദ്യം ഈ ഒരു ഷോ മലയാളിക്ക് പരിചയമില്ലാത്ത അത്ര വരുന്നു, ആ വരുന്നതിന് വേണ്ടി കുറെ കൂടി സ്വീകാര്യതയുള്ള ആളുകളെ കൊണ്ടുവരുന്നു, ഇതിന് പബ്ലിസിറ്റി ഉണ്ടാവുന്നു. പിന്നീട് ഗ്രാജുവലി ഇത് ആർട്ടിസ്റ്റുകളുടെ പേയ്മെന്റ് കുറവനുസരിച്ച് കൊണ്ടുവന്നാണോ, ഏതോ ആർട്ടിസ്റ്റുകൾ വരാൻ തയ്യാറാവാത്താണോ? ഏതതിന്റെ യാഥാർത്ഥ്യം? അല്ല, അതിന്റെ ടെക്നിക്കാലിറ്റി ഞാൻ പറയാം. ഈ ആദ്യത്തെ സീസൺ ആക്ച്വലി ഭയങ്കര പൈസ സ്പെൻഡ് ചെയ്ത സീസൺ ആയിരുന്നു, മനസ്സിലായോ? അപ്പൊ അതില് ചില കണ്ടസ്റ്റൻസ് ആക്ച്വലി 100 ദിവസം നിന്നിരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് പ്രൈസ് മണി 1 CR അടുത്ത് പിടിച്ചേനെ. ആരായിരുന്നു ഏറ്റവും പ്രതിഫലം? അത് ഞാൻ പറയില്ല, മനസ്സിലായോ? അത്രത്തോളം, അതായത് അങ്ങനെ പറയുമ്പോൾ ഡെയിലി ഒരു 1 lakh വീതം കിട്ടിയിരുന്നു. അതിന് മോളി വാങ്ങിച്ചവരുണ്ട്, മനസ്സിലായോ? ഓക്കെ. അപ്പം പിന്നെ അത്ര ആളുകളുണ്ടായിരുന്നു അതിനകത്ത്, മനസ്സിലായോ? കൊടൂരമായ പൈസ. കപ്പ് എടുക്കണമെങ്കിലും പൈസ മാച്ച് അല്ലെ, അങ്ങനെ സെക്കൻഡ് സീസണിൽ വെച്ചാൽ അവര് പ്രൈസ് മണിയും കട്ട് ചെയ്തു. 1 CR എന്നുള്ള മാറ്റിയിട്ട് 50 ആയി. യെസ്. ആൻഡ് ആദ്യ സീസണിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടും പുറത്താകാതിരുന്ന സാബുവിന് പിന്നെയുള്ള സീസണിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ മത്സരാർത്ഥികളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയിരുന്നു. ഞാൻ അതിനകത്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. അത് ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലെന്ന്. ഐ മീൻ ഹിമ ചെയ്ത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ അടിച്ച സാധനമുണ്ട്. അത് ദാറ്റ് വാസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അത് ഹ്യൂമൻസിനുള്ള റിഫ്ലക്സ് എന്ന് പറയാൻ, മനസ്സിലായോ? ആ റിഫ്ലക്സ് ആണ്. ആ റിഫ്ലക്സ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള വാക്കൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. കാര്യം അത് കടുത്തൊരു വാക്കാണ്, മനസ്സിലായേ?
ആ കടുത്ത അടി കിട്ടിയപ്പോഴല്ലായിരുന്നു ചെയ്തത്, എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് കഴിഞ്ഞു അടിക്കലാന്നുള്ള ഇതും തർക്കങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് സംഭവിച്ചത്. അല്ല, അപ്പൊ എന്നിട്ട് എന്നെ അടിച്ചിട്ട് പിന്നെ അപ്പുറത്ത് നിന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്ക് വീഴുന്ന ആളാണോ ശരിക്കും സംഭവം? അല്ലല്ലോ, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പ്രൊവോക്കേഷൻ എപ്പോ വേണമെങ്കിലും ആൾക്ക് റെസ്പോണ്ട് ചെയ്യാമല്ലോ. അത് ചെയ്യാതിരിക്കേണ്ടായിരുന്നു. പക്ഷെ എനിക്കതിനകത്ത് കുറ്റബോധമൊന്നുമില്ല. പിന്നെ ആലോചിച്ച കഷ്ടമായി പോയി എന്ന് തോന്നി. സാബുവൻ എന്ന ആളുടെ ബിഗ് ബോസ് സ്റ്റാർ വാല്യൂ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് മറ്റു ചാനലുകളാണോ? മറ്റു ചാനലുകളാണോ? ആണോ? ഞാൻ അതിനകത്തൊരു പിന്നെ ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ മറ്റ് ഇതിനൊന്നും പോകരുതെന്ന്. അപ്പം എന്നെ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് പർട്ടിക്കുലർലി 2 ചാനലിൽ പോരുമെന്ന് പറഞ്ഞു. ഏതായിരുന്നു? കാരണം അത് അവരുടെ ഡയറക്റ്റ് കോമ്പറ്റീഷനാണ്. അത് പ്രൊഫഷണലി ഒരു പീരീഡിലാണോ കുറച്ച് നാളത്തേക്ക് പോകരുത്? കാരണം ആ ഇറങ്ങി നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു സ്റ്റാർഡം, ആ ഒരു ഫെയിമിനെ മറ്റു ചാനലുകൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇവര് അവരുടെ ചാനൽ വഴി ഉണ്ടാക്കിയെടുത്തതല്ലേ. അപ്പൊ അവര് പറഞ്ഞിരുന്നത് ഒന്ന് ഫ്ലവേഴ്സും ഒന്ന് മഴവിൽ മനോരമ, രണ്ടിലും പോകണ്ട. അങ്ങനെ ഇന്റർവ്യൂ ഒന്നും അങ്ങനത്തെ ഇന്റർവ്യൂ പ്രോഗ്രാം ഒന്നും ഇല്ല ആ ചാനലിൽ. ഞാൻ എന്നിട്ട് കുറച്ച് പീരീഡ് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങും മറ്റേ ജല്ലിക്കെട്ട്, ജനമൈത്രി അതിന്റെയൊക്കെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ പോയി മറ്റേ ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റ് ആയിട്ട് പോയി. അതുകൊണ്ട് ഒരു ക്ലോസും ഒരുപാട് നാളിലേക്ക് വെക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുക, ഒരു കോൺട്രാക്ട് ഇപ്പം ഏഷ്യാനെറ്റ് എനിക്ക് തരയാണ്. നിങ്ങൾ ഇത്ര കാലത്തേക്ക്, ഇപ്പോൾ 1 വർഷത്തേക്ക്, അങ്ങനെ എന്താണ്, ഒരു 1 ഇയർ എന്താണ്, 1 വർഷത്തേക്ക് മറ്റ് ഇതിൽ പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ അതെൻ്റെ തൊഴിലിനെ നിഷേധിക്കലല്ലേ, എൻ്റെ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിൻ്റെ നിഷേധമാണ്. ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ ഇല്ലാത്തടത്തോളം അല്ലെങ്കിൽ എനിക്ക് സംഭവം കോൺട്രാക്ട് മുൻകൂട്ടി ഉണ്ടാവും അറിഞ്ഞിട്ട് തന്നെയല്ലേ ശരിക്കും അതിന്റെ ഭാഗമാവുന്നത്. പക്ഷെ എനിക്ക് അത് കഴിയുന്ന സമയത്ത് എനിക്ക് എന്റേതായ തൊഴിൽ എന്ന് പറഞ്ഞ് മാറുന്നതും ശരിയല്ല. അതൊരു ഒരു ഫെയർ പീരിയഡ് ഓക്കെ. അത് കഴിയുമ്പം അല്ലെങ്കിൽ എനിക്ക് ഏഷ്യാനെറ്റ് പൈസ തന്നുകൊണ്ടിരിക്കണം, പ്രോഗ്രാം തന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലായേ? ഇപ്പം ഞാൻ മഴവിൽ ഷോ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ചെയ്തിരുന്ന ഷോ ഞാൻ ആ ചെയ്യുന്നതിന് പാരലലി വേറൊരു സ്ഥലത്ത് പോയി ചെയ്യാൻ പാടില്ല. മനസ്സിലായേ? അത് ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ മഴവിലായിട്ടുള്ള ചെയ്യരുത്, അതിന് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത സാധനമാണെങ്കിൽ ചെയ്യാം. മനസ്സിലായി? ഇപ്പം ഒരു സിറ്റ്കോം, ഇപ്പം ഫ്ലവേഴ്സിൽ ഒരു സിറ്റ്കോം ഞാൻ ചെയ്യുന്ന ഇതിനകത്തൊരു ജഡ്ജിങ് പാനലിലിരിക്കലാണ്. എനിക്ക് ആ സിറ്റ്കോം പോയി ചെയ്യാം. മനസ്സിലായി? പക്ഷെ ഇതേപോലെ വേറൊരു ജഡ്ജിങ് പാനലായിട്ട് അപ്പുറത്തെ ചാനലിൽ ചെന്ന് ചെയ്യരുത്, ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ജോലികൾക്കും അങ്ങനെ കോൺട്രാക്ട് കാണുമല്ലോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജിൻഡോയ്ക്ക് ഒരു കപ്പ് എന്ന വിശേഷം കേൾക്കുമ്പോൾ അതൊരു ട്രോൾ മാത്രമായി കാണാൻ സാധിക്കില്ല. അത് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഫാൻസിന്റെ ഓരോ പിന്നെ പുഷ് ചെയ്യുന്ന പരിപാടിയില്ലേ, അതിന്റെ ഭാഗമായിട്ടുള്ള ഇതായിരിക്കും. അങ്ങനെ ഒരാൾക്ക് കൊടുക്കണമെന്നൊന്നും വിചാരിച്ച് എന്നാലും നമ്മുടെ ജനം ഇഷ്ടപ്പെട്ട ആളുകളെ ജയിപ്പിക്കാറുള്ളൂ. മനസ്സിലായി? ജനങ്ങൾ വിധിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതിപ്പം ഇതുവരെ ആക്ച്വലി എത്ര വിന്നേഴ്സ് വന്നിട്ട്? 3 വിന്നേഴ്സ് അല്ലേ വന്നിട്ടുള്ളൂ? അല്ല, 4 വിന്നേഴ്സ്. ഒരു ഇതിൽ മാത്രം സീസൺ മാത്രം കൊടുത്തില്ല. സാബുവൻ, മണിക്കുട്ടൻ, ദിൽഷ, അഖിൽമാര, 4 പേര്. ഇനിയിപ്പോ ഈ സീസൺ വരുമ്പോ 5 ആയി. ഒരു സീസണിൽ കൊടുത്തിട്ടില്ല. ഒന്ന് കൊറോണ കൊണ്ടുപോയി. ബിഗ് ബോസ് സീസൺ 6ലേക്ക് ശരിക്കും പോയത് പണം എന്നുള്ള ആ ഒരു ക്ഷണം, അത് മാത്രം തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്? ഇല്ല, എനിക്ക് രണ്ടാമത് ആ വീട്ടിനകത്തോട്ട് പോകുന്ന ഒരു രസമല്ലേ. കാര്യം ഒരു എന്താണ് നോസ്റ്റാൾജിക് സംഭവമാണ്. പിന്നെ പൈസയും തരും. പൈസ ഉണ്ട് സ്വാഭാവികമായിട്ടാണ്. പിന്നെ എൻ്റെ മുമ്പ് ഞാനൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഷോയ്ക്കകത്ത് മറ്റേ ആളുകളെ റോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവൻ അങ്ങോട്ട് പൈസ കൊടുത്ത് വിളിച്ചിരുത്തി അവർ ചെയ്യിക്കുകയാണെന്ന്. മനസ്സിലായേ? എനിക്ക് അതിനകത്ത് പോകാനൊരു രസം, ഞാൻ അതിനകത്ത് പോകുന്നത്. പക്ഷെ ശരിക്കും രണ്ടാമത് കയറിയപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി വരുമ്പോ. പിന്നെ അതിനകത്ത് കയറുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം പണ്ട് അനുഭവിച്ച ട്രോമ എല്ലാം കൂടെ ഓർമ്മ വന്നു, പുറത്തോട്ട് വന്നു. പവർ റൂം എന്ന പുതിയ കോൺസെപ്റ്റ് കാരണം യോഗ്യതയുള്ള പല മത്സരാർത്ഥികളും പുറത്തേക്ക് പോകുന്നതായി കാണുന്നു. പിന്നെ ചീഞ്ഞ കോൺസെപ്റ്റ് ആയിരുന്നു പവർ റൂം. അയ്യോ, ദാരിദ്ര്യം. ഒരു ഇതിനെ യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല.
അതാ എനിക്കൊന്നും ഈ ആ ഗെയിമിന്റെ ആക്ച്വലി ചാം മൊത്തം കളഞ്ഞത് പവറുമാണ്. ഇത് ആരുടെ തലയോ വന്ന് എന്തായാലും ശരി നമ്മൾ പോയടാ പൂട്ടി തീരുമാനമാക്കി. അപ്പൊ അവിടെ പോയി ക്രൂവിനോട് പറഞ്ഞിരുന്നോ എന്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു? പിന്നെ സംസാരിച്ചിരുന്നു. കാരണം അത് ഒരു ഇതും ഇല്ലാത്ത ഇനിയിപ്പോ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് പോലും അതിനകത്ത് ചെന്ന് വിടുമ്പോഴത്തേക്ക് പിന്നെ ആരും ഒന്നിനും ഇല്ല. പിന്നെ എല്ലാരും അവർക്ക് പങ്കെടുക്കാനും പറ്റില്ല, അവരെ നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല. എന്ത് കോൺസെപ്റ്റ് അത്? ഒരു പൊട്ട കോൺസെപ്റ്റ്. ആൻഡ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഹൈജീൻ വിഷയത്തിൽ പഴി കേൾക്കേണ്ടി വന്നു വരിക എന്ന് പറയുന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. പിന്നെ ആണ് അതിപ്പം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടാണ്, മനസ്സിലായോ? പിന്നെ ജനറലി വൃത്തിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്റെ ദൈവമേ, അത് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്നോ അത് മൊത്തത്തിലെ ഹൗസ്? കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് ഹൗസ് പിന്നെ ജനറൽ ക്ലീനിങ് അവർ ചെയ്യുന്നു. ശരിക്കും ജനറൽ ക്ലീനിങ് നമ്മൾ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഉണ്ട്. ഓ സത്യമായിട്ടും നമ്മുടെ സീസണിൽ കാർപ്പറ്റ് മുടി അടക്കം പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഇത് അങ്ങനെ വരുന്ന സമയത്ത് ഈ സീസണിൽ എത്രത്തോളം അത് ഹൈജീനിന്റെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ആരാണ് കാരണം? ജനറലി ഉണ്ട്, എല്ലാവരും അതിന്റെ ഭാഗമാണ്. എല്ലാവരും അതിന്റെ ഭാഗം. പിന്നെ എന്തുകൊണ്ടായിരുന്നു ഒരാളുടെ പേരിലേക്ക് അത് അത് എന്തുകൊണ്ട് വന്നു എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതില് എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു കമന്റ് വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ ഒരു ആയുധമായിട്ട് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലായത്. നമ്മളിപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യരാണെന്നുണ്ടെങ്കിലും നമ്മള് ഇത്തരം സിറ്റുവേഷൻസ് കിട്ടുന്ന ഷോ അത് വിറ്റഴിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ബോധപൂർവം തന്നെയാണ്. അതാ ഷോ ഡയറക്ടേഴ്സ് പിന്നെ ബാക്കി ക്രൂ എല്ലാം കൂടെ അവർ കാണുന്നതല്ലേ ഇത്. അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാമല്ലോ, മനസ്സിലായി? അവരത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചർച്ച വെളിയിലുണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായതിന് അതിനൊരു കാര്യമുണ്ട്, പോയിന്റ് ഉണ്ട്, അതെടുത്ത് ഇട്ടാൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ്. ആൻഡ് ബിഗ് ബോസിൽ പോയി വന്ന എല്ലാവരോടും ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നതാണ്. ആ ചോദ്യം സബനോട് ചോദിച്ചാൽ? സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി അതിനകത്ത് വർക്കൗട്ട് ആകില്ല. എഡിറ്റഡ് ആണെന്നുള്ളത് വർക്കൗട്ട്. എഡിറ്റഡ് ആണല്ലോ. പക്ഷേ എഡിറ്റഡും ഒരു തരത്തിലൊരു ഒരു മാനിപ്പുലേഷൻ അല്ലേ? പിന്നെ കാര്യം ഇത്രയും ക്യാമറാസ് ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്ന് ഇരിക്കട്ടെ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ ഇവിടുത്തെ ക്യാമറാസിൽ നമ്മളെ രണ്ടുപേരെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് അഭിലാഷ് അപ്പുറത്തിരിക്കുകയാണ്, അവിടെ ക്യാമറയുണ്ട്. ഇതിൽ ഏത് ക്യാമറ കാണിക്കണം എന്നുള്ളത് അവിടെ ഇരിക്കുന്ന എഡിറ്റേഴ്സ് അല്ലേ തീരുമാനിക്കുന്നത്. അവർ സ്വിച്ച് ചെയ്ത് വിടുന്നതനുസരിച്ചിട്ടാണ് പോകുന്നത്. ഈ സംസാരത്തിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അഭിലാഷ് അവിടെ ഇരുന്ന് എഴുതുന്നത് കാണിക്കാം ചെയ്യാം. ആണാ 24 hour ഷോ എന്ന് പറയുന്നെങ്കിലും ഇതിൽ പല ക്യാമറാസ് വരെയല്ലേ. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ട കണ്ടസ്റ്റൻസിന് കുറേ കൂടി അല്ലെ സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഫോറിനിൽ, എനിക്ക് തോന്നുന്നു ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു, നമുക്ക് ക്യാമറ ചൂസ് ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൽ ഹോൾ ക്യാമറാസ് ഓൺ ആണ്. അപ്പൊ അതൊരു പാനലായിട്ട് വരും, ചെയ്യാം. മനസ്സിലായി? നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാധനം റൺ ആകും. ഇവിടെ അതില്ലല്ലോ. ഇല്ല, ഇവിടെ ഇവര് എഡിറ്റ് ചെയ്ത് വിടുന്നതാണ്. ആ സാധനം അടുത്ത വർഷം വെക്കാൻ എല്ലാവരും കൂടെ പറയും. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആവുമോ? അത് പ്രായോഗികമായിട്ട് ടിവിയിൽ നിന്ന് കാണും. ടിവിയിലല്ലല്ലോ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ. അതല്ല ഇപ്പൊ കൂടുതലും കാണുന്നത് എന്നുള്ള രീതിയിലേക്ക്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ കാണുന്നത്? അതെ, അത് ലൈവായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എപ്പിസോഡ് കാണുന്നവരാണല്ലോ കൂടുതൽ. ഇപ്പൊ കൂടുതൽ പേരും ലൈവായിട്ട് കാണുന്നവർ അല്ലല്ലോ. ഇപ്പൊ ഫോൺ എന്നുള്ള രീതിയിലേക്ക് കാണുന്നവർ ഒരു പക്ഷേ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. അല്ല, എന്നാലും കുറെ കൂടെ ഇങ്ങനെ ഈ ഏത് ക്യാമറ ചൂസ് ചെയ്യണമെന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി ഇടാവുന്നേ ഉള്ളൂ. എന്നിട്ട് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. കാരണം ഇവിടെ എന്തെങ്കിലും കാണിക്കാതിരിക്കുകയോ ഇവരുടെ എഡിറ്റിംഗിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ വന്നാൽ അവിടെ പോയി നമുക്ക് അത് എടുത്തുകൊണ്ട് വരാമല്ലോ. ഓക്കെ. ആൻഡ് ബിഗ് ബോസ് സുതാര്യമാകും. അപ്പൊ ഈ പരാതി മുഴുവൻ തീരും ആ സാധനം വന്നു കഴിഞ്ഞാല്. ബിഗ് ബോസ് കിരീടം നേടിയ ആളെന്ന സ്റ്റാർ വാല്യൂ അധികം ഉപയോഗിക്കാതിരുന്നതിന്റെ കാരണം ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എന്ത് വെച്ച് ഉപയോഗിക്കണം? എനിക്കിപ്പം ഉദ്ഘാടനങ്ങൾ കൊട്ടേഷൻ പിടിക്കാം, പിന്നെ കുറെ ആളുകളോട് ചെന്നിട്ട് അവസരം ചോദിച്ച്, ഞാൻ അങ്ങനെ അഗ്രസീവായിട്ടുള്ളൊരു ആളല്ല. കിട്ടിയ അവസരത്തെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിന് മുതലെടുക്കേണ്ട, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇതുവരെയും അതിന് ഒരു മുടക്കവും സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ കുറെ സിനിമകൾ ചെയ്തു, പിന്നെ വേറെ ഷോ സ്റ്റാർട്ടായി. ഷോ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം മലയാളത്തിലൊരു റേറ്റിംഗ് ഉള്ള ഷോ വന്നത്. അതിനുശേഷം ഇപ്പം ആ ഷോയിൽ നിന്ന് ഇറങ്ങി ഞാൻ. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു.
നമ്മളങ്ങനെ ഉപയോഗിക്കേണ്ട ശുഭവാർത്തകളാണ്. കാര്യമില്ല. അങ്ങനെ ഉപയോഗിക്കേണ്ട, അത് നമുക്കുള്ള സാധനം വരും. വരും. മാരാർക്ക് എന്തോ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിലാണ് മാരാർ നിൽക്കുന്നത്. ഇതിൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. പിന്നെ ഏഷ്യാനെറ്റ് മാരാറെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്